ഇന്നത്തെ വീഡിയോ SSC പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് കണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ്. SSC ഈ വർഷം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്ഷണൽ ടൈമർ എന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് പേര് കൺഫ്യൂസ് ആയിരിക്കുന്ന സെക്ഷണൽ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നിങ്ങൾക്ക് അത് ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ ആക്കി മാറ്റാനും വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. SSC പുതുതായി വന്ന സെക്ഷണൽ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മാറ്റങ്ങളാണ് വന്നത്, നമുക്കതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതുവരെ പ്രിപ്പയർ ചെയ്തിരുന്ന ആളാണെങ്കിൽ നിങ്ങൾ വരുത്തേണ്ടത്, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള സെക്ഷണൽ ടൈമർ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ദിശ അക്കാഡമി ഫ്രീ ആയിട്ടുള്ള സെക്ഷണൽ ടൈമർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു കാര്യം ഈ വീഡിയോ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ SSC എക്സാം വരാൻ പോകുന്ന 2 മാസങ്ങൾക്ക് അപ്പുറമാണ്. ഇപ്പോഴും ആപ്ലിക്കേഷൻ ലൈവ് ആണ്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം 22-ാം തീയതി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാനത്തെ ദിവസത്തേക്ക് ആരും വെയിറ്റ് ചെയ്യരുത്. ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് എക്സാമിനെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതിന്റെ പ്രോസസ്സുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ 2026 SSC പരീക്ഷയിൽ എന്താണ് പുതുതായിട്ടുള്ള മാറ്റം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ ഓൾഡ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ടോട്ടൽ 60 മിനിറ്റ്സ് 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. 100 ചോദ്യങ്ങളുണ്ട്, 60 മിനിറ്റ്. ഏത് സെക്ഷന് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഏറ്റവും വൈസ് ആയിട്ട് യൂസ് ചെയ്യാമായിരുന്നു. അതായത് മാത്സ് പോലെയുള്ള അല്ലെങ്കിൽ റീസണിംഗ് പോലെയുള്ള സെക്ഷൻസ് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് കൂടുതൽ സമയം മാത്സിലും റീസണിങ്ങിലും യൂസ് ചെയ്തുകൊണ്ട് GKയും ഇംഗ്ലീഷും വളരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഈ 60 മിനിറ്റ് സ്പെൻഡ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന മാറ്റം, ഈ 60 ചോദ്യങ്ങൾ ഈ 100 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് 60 മിനിറ്റ് ഉണ്ട്. പക്ഷെ ഓരോ സെക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അതായത് മാത്സിലെ 25 ചോദ്യങ്ങൾ ചെയ്യാൻ 15 മിനിറ്റ്, റീസണിങ്ങിലെ 25 ചോദ്യങ്ങൾ ചെയ്യാൻ 15 മിനിറ്റ്, GKയുടെയും ഇംഗ്ലീഷിന്റെയും ഓരോന്നിന്റെയും 25 ചോദ്യങ്ങൾ ചെയ്യാൻ 15 മിനിറ്റ് വീതം മാത്രം. ഒരു സെക്ഷനിൽ നിന്നുള്ള ടൈം സേവ് ചെയ്തത് അടുത്തൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ. കാരണം പ്രത്യേകിച്ച് ഇത് ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കാണ് ആ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആക്ച്വലി ഇത് ബുദ്ധിമുട്ടായിട്ട് കണ്ടാൽ മാത്രമേ ബുദ്ധിമുട്ടാവുന്നുള്ളൂ. ഒരു ചേഞ്ച് വന്നപ്പോൾ എല്ലാവർക്കും വന്ന ചേഞ്ച് ആണ്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പുതിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചേഞ്ച് വന്ന സമയം അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റുന്ന സമയം കൂടിയാണ്. ഇതിന്റെ ഒരു ട്രിക്കുകൾ മനസ്സിലാക്കി, ഒരു ടാക്ടിക്സ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ SSCയുടെ CGL എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്നത് വളരെ പ്ലാൻഡ് ആക്കിയിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് മാത്രം എക്സാമിന് അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഈ നിങ്ങളെ പരീക്ഷയ്ക്ക് മുമ്പ് എന്തായാലും ടൈമിന് മുമ്പ് 2 മാസത്തിനടുത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട്. കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പറേഷനെ വേണ്ട രീതിയിൽ മാറ്റാനുള്ള സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ വൈസ് ആയിട്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി, നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസും മറ്റു കാര്യങ്ങളും മാറ്റം വരുത്താൻ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്തിനാണ് SSC സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? കാരണം ഇതുവരെയുള്ള പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് എന്താണ്, പ്രത്യേകിച്ച് ഇത് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പല പരീക്ഷകൾക്കും നേരത്തെ തന്നെ സെക്ഷണൽ ടൈമറും സെക്ഷണൽ കട്ട് ഓഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. SSC ഈ വർഷം ബാലൻസ്ഡ് ആയിട്ട് പുതിയൊരു പ്രിപ്പറേഷനിൽ കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ കുറെ കൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പിറൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുതിയൊരു സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ 4 സെക്ഷനും ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് വരുന്നത്. കാരണം ടൈം കൺസ്ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സെക്ഷനും നമ്മൾ ബോധപൂർവം പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഓരോ സെക്ഷനും ലിമിറ്റഡ് ടൈമാണ്, ഒന്നാമത്തെ കാര്യം. 2, സ്പീഡ് അണ്ടർ പ്രഷർ. പലരും പരീക്ഷയുടെ ടൈമറിന്റെ അവസാനത്തെ സമയം, ലാസ്റ്റ് 5 മിനിറ്റ്സ് ഒരു ചോദ്യം പോലും ചെയ്യാൻ പറ്റാതെ ടെൻഷൻ ആവുന്ന പല ആൾക്കാരുണ്ട്. പരീക്ഷ സമയത്ത് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ സ്കിൽ. നിങ്ങൾ ജോലിക്ക് കയറിയാൽ പോലും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് പ്രഷർ ഉള്ള സമയത്ത് പോലും നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്ത് ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ അത്തരത്തിലുള്ളതാണ്.
പ്രഷർ ഹാൻഡിൽ ചെയ്ത് 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ, 25 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള സമയമില്ല. ഈ പ്രഷറിൽ തന്നെയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടൻ സ്കിൽസ് നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള സ്കിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന പരീക്ഷയാണ്. അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയി റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ കയറാൻ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായത്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്. ഈ പരീക്ഷയിൽ പെട്ടെന്ന് ഒരു ചോദ്യം കാണുമ്പോൾ ഇത് അറിയാം അല്ലെങ്കിൽ ഇത് ചെയ്താൽ എത്ര സമയം എടുക്കും എന്ന് മനസ്സിലാക്കി സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക എന്ന ഡിസിഷൻ എത്രയും പെട്ടെന്ന് എടുക്കുന്നത് മനസ്സിലാക്കി തരുന്ന ഒരു പരീക്ഷ കൂടിയാണ്. അങ്ങനെ പല ക്വാളിറ്റീസ് ഉള്ള ഒരാൾക്കായിരിക്കും ഇത്തരത്തിൽ ഇപ്പൊ വരുന്ന പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഈ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ സർട്ടൻ സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് മാത്രം വേണ്ടിയുള്ള പരീക്ഷയാണ്. അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് SSC എന്ന് പറയുന്ന പരീക്ഷ ആ സ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന പരീക്ഷയാണ്. തീർച്ചയായിട്ടും ഒരു കണ്ടന്റ് ടെസ്റ്റിംഗ് പരീക്ഷ അല്ല. അത് കുറേയും കൂടി കറക്റ്റ് ആക്കിയിരിക്കുകയാണ് ഇപ്രാവശ്യം വന്ന സെക്ഷണൽ ടൈമർ. നിങ്ങളുടെ സ്കിൽസ്, സർട്ടൻ സ്കിൽസ്, അതായത് പ്രഷർ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾ എങ്ങനെ സ്പീഡിൽ പെർഫോം ചെയ്യുന്നു, എങ്ങനെ സഡൻ ആയിട്ട് ഡിസിഷൻ എടുക്കുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് SSCയുടെ CGL. കുറെ കൂടെ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇനി ആസ്പിരൻസിനെ സംബന്ധിച്ച് ഇത്രയും നാൾ, ചിലപ്പം കഴിഞ്ഞ വർഷങ്ങളും അതിന് മുമ്പിലും ഒക്കെ SSCയുടെ എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് എന്തൊക്കെ മാറ്റമാണ് വന്നത്? അപ്പൊ പഴയ പരീക്ഷയ്ക്ക് പണ്ട് ലാസ്റ്റ് 2025 അതിന് മുമ്പും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എന്തൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം? അവർക്കും സമയം പ്രശ്നമായിരുന്നു, തീർച്ചയായിട്ടും ടൈം ലിമിറ്റഡ് തന്നെയായിരുന്നു. അപ്പൊ അവർ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ഏത് സെക്ഷനിൽ നിന്ന് മാർക്ക് കിട്ടിയാലും സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളതിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യുക, മറ്റുള്ള സെക്ഷനിൽ നിന്ന് മിനിമം ആ ടൈം കൂടി ആ സെക്ഷനിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അതായത് മാത്സ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ കുറെ അധികം സമയം മാത്സിൽ സ്പെൻഡ് ചെയ്ത് മാത്സിൽ മാക്സിമം മാർക്ക് മേടിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ റീസണിംഗ് മേടിക്കാൻ ശ്രമിക്കും. അവർക്ക് GK ചിലപ്പോൾ വീക്ക് ആയിരിക്കും. അപ്പൊ അത് മാനേജ് ചെയ്തുകൊണ്ട് മാക്സിമം റീസണിംഗ് മാക്സിമം സ്കോർ ചെയ്ത് ടോട്ടൽ സ്കോർ ബെറ്റർ ആക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്. പിന്നെ എക്സ്ട്രാ ടൈം ഫോർ മാത്സിന് എക്സ്ട്രാ ടൈം കയറുന്നു 15 മിനിറ്റ് കൂടുതൽ. അതായത് നിങ്ങൾ മാക്സിമം ടൈം മാക്സിമം റീസണിംഗ് പലരും സ്പെൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു കാര്യം പലരും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം GKയുടെയും ഇംഗ്ലീഷും സേവ് ചെയ്യുന്ന ടൈം അങ്ങനെ ഉപയോഗിക്കാറ്. ഇങ്ങനെ പലതരത്തിലുള്ള ടാക്ടിക്സും ട്രിക്സും യൂസ് ചെയ്ത് പഴയ ആൾക്കാർ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയിരുന്നവർ പ്രിപ്പയർ ചെയ്തിരുന്നു. ഇനി അത്തരത്തിലൊരു രീതിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഒരു അടിയാണ് ഈ വന്ന ചേഞ്ച് എന്ന് പറയാം. അപ്പൊ അവര് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അവരവരുടെ പ്രിപ്പറേഷനിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ വരുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പുതിയ SSC ആസ്പിറന്റ് അല്ലെങ്കിൽ 2026 മുതൽ വരുന്ന SSC ആസ്പിറന്റ് സംബന്ധിച്ച് എന്ത് ചേഞ്ചാണ് അയാളുടെ പ്രിപ്പറേഷൻ കൊണ്ടുവരുന്നത് വെച്ചാൽ എല്ലാ സെക്ഷനും ഈക്വലി പ്രിപ്പയർ ചെയ്യണം എന്ന് തന്നെ പറയാം. ഓരോ സെക്ഷനും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ സെക്ഷനും ഇൻഡിവിജ്വലി 15 മിനിറ്റ് വെച്ചിട്ട് ഓരോ സെക്ഷനും ഉള്ളൂ. ഒരു ടൈം മറ്റൊന്നിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ സെക്ഷനും ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, പെട്ടെന്ന് സഡൻ ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് ഡിസൈഡ് ചെയ്യണം. ഒരു ചോദ്യം കണ്ടത് ചെയ്യണോ വേണ്ടതെന്ന് വളരെ പെട്ടെന്ന് 1 സെക്കൻഡ് ലാഭിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലത്. അപ്പൊ സ്കിപ്പിംഗ് ആണെങ്കിൽ പോലും പലതരത്തിൽ ചെയ്യാം. ചിലര് സമയം എടുത്ത് സ്കിപ്പ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ച് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചിലര് കണ്ടുടനെ വേണ്ട സ്കിപ്പ് ചെയ്യാമെന്ന് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. അപ്പൊ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത് ഈ പുതിയ ആസ്പിറൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്റലിജന്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഫിക്സഡ് പേസ്, നല്ലൊരു പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ടിന്യൂസ്ലി ചില ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നു, ചിലത് പയ്യെ ചെയ്യുന്നു. ഇങ്ങനെയൊന്നുമല്ല, കണ്ടിന്യൂസ്ലി ഒരു സ്പീഡ് പേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ ആസ്പിറൻസിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ മെട്രിക്സ് എന്താണ്? പുതിയ മെട്രിക്സ് എന്ന് പറയുന്നത് ഇത് ഏർലിയർ ഈ പറയുന്ന പരീക്ഷയുടെ ഫോർമുല എന്ന് പറയുന്നത് നോളജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതായത് കണ്ടന്റ് ഓറിയന്റഡ് നോളജ് എന്ന് നമ്മൾ പലപ്പോഴും പറയും. നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നോളജ് ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. എന്നിരുന്നാലും നോളജ് ഗ്രേറ്റർ ദാൻ സ്പീഡ്, സ്പീഡിനെ ഓവർകം ചെയ്യാൻ ആ നോളജിന് ഒരുപക്ഷെ പറ്റുമായിരുന്നു. കുറെ നോളജ് ഉണ്ടെങ്കിൽ GK അല്ലെങ്കിൽ അത്യാവശ്യം നോളജ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ അതായിരുന്നു ഇമ്പോർട്ടൻസ്. സ്പീഡ് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിരുന്നു, ബട്ട് ആ നോളജിനായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷെ ഇപ്പൊ നോളജും സ്പീഡും ആക്യുറസിയും ഇത് മൂന്നും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആസ് ഓഫ് നൗ പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് നോളജ് മാത്രം പോരാ, കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവ് മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ സ്പീഡ് വേണം, അതിനോടൊപ്പം തന്നെ ആക്യുറസിയും വേണം. ഇതാണ് മേജർലി വന്ന ചേഞ്ച്
നോളജും സ്പീഡും വേണം ഇതിന് മാത്രമല്ല നോളജ് വേണ്ട എന്നല്ല, അല്ലെങ്കിൽ സ്പീഡ് വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ ആ നോളജിന് കുറച്ചുകൂടി വെയിറ്റേജ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോ ആസ് ഓഫ് നൗ നോളജ്, സ്പീഡ്, ആക്യുറസി ഇത് മൂന്നും ഈക്വലി ബാലൻസ് ചെയ്താൽ മാത്രമേ പുതിയ ഫോർമാറ്റിൽ ആ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ എന്ന അവസ്ഥയാണ് വന്നത്. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ SSC എക്സാംസ് അല്ലെങ്കിൽ SSC CGL പരീക്ഷയൊക്കെ വളരെ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ആണുള്ളത്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട് ആൻഡ് തൃശൂർ ഈ 5 ബ്രാഞ്ചസിലും പുതിയ ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CGL എക്സാംസിനോ SSC മറ്റേത് പരീക്ഷയ്ക്കോ, റെയിൽവേ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ബാങ്കിംഗ് പരീക്ഷയ്ക്കോ വളരെ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഈ കോച്ചിങ്ങുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ദിശ അക്കാഡമി. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻറോൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ ദിശ അക്കാഡമി അങ്ങനെ ഒരു കാര്യം പറ്റുന്നില്ലെങ്കിൽ ദിശയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഓൺലൈൻ CGL ഉൾപ്പെടെയുള്ള കോഴ്സസ് റണ്ണിങ് ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള എൻക്വയറീസ് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മറ്റു കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഗോൾഡൻ റൂൾ ഓഫ് സെക്ഷണൽ ടൈമർ. സെക്ഷണൽ ടൈമർ വരുമ്പോൾ ഗോൾഡൻ റൂൾ ശ്രദ്ധിക്കുക. ഡു നോട്ട് സോൾവ് എവറി ക്വസ്റ്റ്യൻ. എല്ലാ ചോദ്യവും ചെയ്യാം എന്ന മൈൻഡ് സെറ്റിൽ യാതൊരു കാരണവശാലും നിങ്ങൾ നിൽക്കരുത്. ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കൂടുതൽ പ്രഷർ തരിക മാത്രമേ ഉള്ളൂ. കാരണം ഈ ചോദ്യം 2 ചോദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ടെൻഷൻ ആവും. എല്ലാ ചോദ്യം ചെയ്തില്ല, 2 ക്വസ്റ്റ്യൻ ഞാൻ മിസ് ചെയ്തു, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഇരുന്നോട്ടെ. ഡു നോട്ട് സോൾവ് എവറി ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം സ്കോർ നിങ്ങൾക്ക് 15 മിനിറ്റിൽ മാക്സിമം സ്കോർ എന്ന് മാത്രം കാണുക. എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും മാത്സ് 25 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 25 മാർക്സ് അല്ലെങ്കിൽ മാർക്സ് അല്ല ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അവർക്ക് 25 ചോദ്യങ്ങൾ ഇപ്പൊ എത്തണമെന്നില്ല. അപ്പൊ അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ 25 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് 36 സെക്കൻഡ് എന്ന തോതിൽ നിങ്ങൾക്ക് ചെയ്തു പോകേണ്ടി വരും. അതുകൊണ്ട് 25 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നൊരു വാശിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റുകൾ ഏകദേശം നിങ്ങൾ റീസണിംഗ് വളരെ സീരിയസ്ലി അറ്റംപ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ 22 to 25 22 മുതൽ 25 വരെ അറ്റംപ്റ്റ്സ് നിങ്ങൾക്ക് പറ്റിയേക്കാം. ഇംഗ്ലീഷും അതുപോലെ തന്നെ 22 to 25 അറ്റംപ്റ്റ് പറ്റിയേക്കാം. GK ഒരു പക്ഷേ 15 to 20 അറ്റംപ്റ്റ് പറ്റിയേക്കാം. മാത്സ് ഡിപെൻഡ്സ് ആ എക്സാമിന്റെ ഷീറ്റ് തീർച്ചയായിട്ടും ഡിപെൻഡ് ചെയ്യും. എന്നാൽ ഒരു ആവറേജ് ആണെങ്കിൽ 18 മുതൽ 22 അറ്റംപ്റ്റ് വരെ ഒരു പക്ഷേ പറ്റിയിരിക്കുള്ളൂ. ഇത് എക്സാമിന്റെ ടഫ്നെസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഏത് നിലവാരത്തിലുള്ള പരീക്ഷയാണ് വരുന്നത് എന്നും കൂടി പറഞ്ഞാലേ എക്സാക്ട്ലി നമുക്ക് ഏകദേശമെങ്കിലും പറയാൻ പറ്റും. എന്നാലും ഇത്ര നമ്പേഴ്സ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. എല്ലാ ചോദ്യങ്ങളും 25 ചോദ്യങ്ങളും ചെയ്യുന്ന വാശിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ തരികയും നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ വരുമ്പോൾ കൂടുതൽ പ്രഷർ തരികയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, ഡു നോട്ട് സോൾവ് എവറി ക്വസ്റ്റ്യൻ. എല്ലാ ചോദ്യങ്ങളും ചെയ്യും എന്നൊരു വാശി ആവശ്യമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ 3 റൗണ്ട് അറ്റംപ്റ്റ് സ്ട്രാറ്റജി തീർച്ചയായിട്ടും നോക്കുക. 3 റൗണ്ട് അറ്റംപ്റ്റ് അല്ലാതെ ആദ്യം മുതൽ നിങ്ങൾ സമയം കൂടുതൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാക്സിമം ആക്കാൻ പറ്റില്ല. എന്താണ് 3 റൗണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? 3 റൗണ്ട് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ റൗണ്ട് ആദ്യത്തെ ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ അല്ലെങ്കിൽ 10 മിനിറ്റിനകത്ത് വരുന്ന സമയം 7 to 8 മിനിറ്റ്സ് ആണ് തീർച്ചയായിട്ടും പറയുന്നത്. ഒരു 7 മിനിറ്റ് ആ ഡയറക്റ്റ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുക. ലെങ്തി കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് ആദ്യത്തെ 7 മിനിറ്റ് ഫസ്റ്റ് 7 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ 25 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നാണ് പറഞ്ഞത്. 7 മിനിറ്റ് കൊണ്ട് 7 മിനിറ്റ്സിൽ നിങ്ങളുടെ 25 ചോദ്യങ്ങളിൽ സ്കിപ്പ് ചെയ്യേണ്ടത് ആ സെക്കൻഡിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. ചിലപ്പോ ഒരു പക്ഷേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ചില ഡിജിറ്റ്സ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ലെങ്തി ആവുക, ഈ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ചില വാല്യൂസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. അത് ആ വഴിക്ക് തന്നെ നിർത്തി വെച്ചുകൊണ്ട് അടുത്തേക്ക് സ്കിപ്പ് ചെയ്യുക. പെട്ടെന്ന് ചാടി പോവുക, അതവിടെ വെച്ചേക്കുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അന്നേരം തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നി ആ സെക്കൻഡിൽ തന്നെ ഷിഫ്റ്റ് ചെയ്തോളുക. നിങ്ങൾ ഒരിക്കലും എനിക്ക് അറിയാമല്ലോ എനിക്കിത് ചെയ്യണം എന്നൊരു വാശി പിടിക്കരുത്. ഈഗോ വെച്ചുകൊണ്ട് എക്സാം എഴുതിയാൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ 7 മിനിറ്റ് നിങ്ങൾ ഡയറക്റ്റ് ഷുവർ ഷോർട്ട് എക്സാം, ഡയറക്റ്റ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത 5 മിനിറ്റ് നിങ്ങൾ മോഡറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന സമയം കുറച്ച് എടുക്കുമെന്ന് തോന്നിയ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡിന് മുകളിലൊക്കെ എടുക്കും എന്ന് തോന്നിയ ചോദ്യങ്ങൾ അടുത്ത 5 മിനിറ്റിൽ അറ്റംപ്റ്റ് ചെയ്യുക.
അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വീണ്ടും പോയിട്ട് അറിയുന്ന ചോദ്യങ്ങൾ പോയിട്ട് പിന്നെ ലാസ്റ്റ് ചിലപ്പോൾ ചില കാൽക്കുലേഷൻ നമ്മൾ അവസാനത്തിന് അടുത്തൊക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിനോടൊക്കെ അടുത്ത് അല്ലെങ്കിൽ കുറച്ച് ചെയ്തിട്ട് നിർത്തേണ്ട പറഞ്ഞ കാൽക്കുലേഷൻസ് ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ ഇന്റലിജന്റ് ഗസ് എടുക്കാം. അത് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ചില പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ ചില ഓപ്ഷനിൽ കാണാം ഇതിലേക്ക് വരില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ഒക്കെ നോക്കി നമുക്ക് ഏകദേശം ഗസ് അടിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തേർഡ് റൗണ്ടിൽ നിങ്ങൾ ആ ഇന്റലിജന്റ് ഗസ്സിംഗ് ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം റിവ്യൂ മാർക്ക് ചെയ്ത് പ്രോപ്പർലി മുമ്പോട്ട് പോകണം. റിവ്യൂ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ. നിങ്ങൾ ഒരു ചാൻസ് എടുക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിലേക്ക് നോക്കുക പോലും വേണ്ട. നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ അതിലേക്ക് നോക്കുക പോലും വേണ്ട. അത് തേർഡ് റൗണ്ടിൽ പറ്റുമെങ്കിൽ മാത്രം വരിക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. മാത്സിനെ സംബന്ധിച്ചും റീസണിങ്ങിനെ സംബന്ധിച്ചും ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലത്. ഇനി സെക്ഷൻ വൈസ് നമുക്ക് നോക്കാം. റീസണിങ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 35 സെക്കൻഡിൽ നമുക്ക് ഒരു ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 30 സെക്കൻഡ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയ വളരെ എളുപ്പം. അല്ലെങ്കിൽ ലെങ്തി ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ഒരു കാരണവശാലും പോയത് ഏകദേശം ഒരു 22 to 25 അറ്റംപ്റ്റ്സ് നമുക്ക് കിട്ടിയിരിക്കണം റീസണിങ്ങിനെ സംബന്ധിച്ച്. അതുപോലെ അറ്റംപ്റ്റ് ഓർഡർ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണം എന്നല്ല. നിങ്ങൾ അനലോഗി ക്ലാസിഫിക്കേഷൻ ഒക്കെ നമുക്ക് ചിലപ്പോൾ ആദ്യം തന്നെ കാണുമ്പോൾ ഡയറക്റ്റ് ലോജിക്ക് കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാം. കോഡിയും ഡയറക്റ്റ് ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ്, ആ സീരീസുകൾ, അതുപോലെ ബ്ലഡ് റിലേഷൻ, ഇതെല്ലാം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കൺഫ്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തോളാം. പസിൽസ് അവസാനത്തെ ഓർഡറിലാണ് പറഞ്ഞത്. കാരണം അത് വായിക്കുന്ന വലിയ പസിൽസ് ആണെങ്കിൽ അത് വളരെ ഈസി ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പസിൽസ് ആദ്യത്തെ റൗണ്ടിൽ വായിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് മാത്രം പോവുക. ഒരു പസിലിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലോ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്റ്റക്ക് ആയി പോകരുത്. പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റൂ. പ്രാക്ടീസ് മാക്സിമം നമ്പർ ഓഫ് സെക്ഷണൽ ടെസ്റ്റുകൾ 15 മിനിറ്റിന്റെ സെക്ഷണൽ ടൈമർ ബേസ്ഡ് ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെക്ഷണൽ ടൈമർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. ആ കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ അവസാനം വരെയൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ മാത്സിന്റെയും റീസണിങ്ങിന്റെയും പ്രാക്ടീസ് ഫ്രീ ആയിട്ട് ചെയ്യാം. നന്നായിട്ട് SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കാനുള്ള അവസരം തരുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇനി സെക്ഷൻ വൈസ് അപ്രോച്ച് ഫോർ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ്. ഇംഗ്ലീഷിനും ജനറൽ അവയർനെസ്സിനും ഒരുപാട് സമയം ഉണ്ടെന്നൊക്കെ പലരും പറയും. പക്ഷെ ഒരുപാട് സമയം ഉണ്ടാവുമെന്നൊന്നും കരുതണ്ട. കാരണം 36 സെക്കൻഡ്സ് ആണ് നമുക്ക് ഒരു ചോദ്യത്തിന് കിട്ടുന്നത്. ചില ചോദ്യങ്ങൾ കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ ജനറൽ അവയർനെസ് നമ്മൾ ഒരുപക്ഷെ പെട്ടു, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായാൽ നമ്മുടെ സമയം പോകാൻ സാധ്യതയുണ്ട്. സോ ഇതും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി ഇംഗ്ലീഷിനെ സംബന്ധിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റേണ്ട ഒരു സെക്ഷൻ ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിനും പ്രയോറിറ്റി ഓർഡർ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അറിയാവുന്ന വൊക്കാബുലറി, സിനോണിംസ്, ആന്റണിംസ്, എറർ ഡിറ്റക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ക്ലോസ് ടെസ്റ്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇത് അവസാനത്തേക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കോംപ്രിഹെൻഷൻ പാസേജസ് ഒക്കെ ടഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സമയമെടുക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ചെയ്യാനിരിക്കരുത്, അവസാനത്തേക്ക് തന്നെ മാറ്റി വെക്കുക. ഇക്കൂട്ടത്തില് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു ടൈം സേവിംഗ് സെക്ഷൻ തന്നെ ആവണം. പ്രൊവൈഡഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ എളുപ്പമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ തന്നെയാവും. ഇനി ജനറൽ അവയർനെസ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഒരുപക്ഷെ ഇപ്പൊ വരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ജനറൽ അവയർനെസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം 36 സെക്കൻഡിന്റെ ആവശ്യം പോലും ഒരു പക്ഷേ ഉണ്ടാവില്ല. ഒരു 20 സെക്കൻഡ്സ് വിൽ ബി ഇനഫ്. മോസ്റ്റ്ലി 20 സെക്കൻഡിൽ ചോദ്യം വായിച്ച് നിങ്ങൾക്ക് ഉത്തരം അപ്പോൾ ചെയ്യാൻ പറ്റും. കാരണം ഉത്തരം അറിയാമെങ്കിൽ മാർക്ക് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി മാർക്ക് ചെയ്യുക. അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഗസ്സിംഗ് ചെയ്യരുത്. പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ടെൻഷനിലായിരിക്കും ജനറൽ അവയർനെസ്സിലേക്ക് വരുന്നത്. അപ്പോ ജനറൽ അവയർനെസ് എത്തുമ്പോൾ ചുമ്മാതെ അവിടെ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ച് ചിലര് ആവശ്യമില്ലാതെ ക്വസ്റ്റ്യൻസിൽ കുത്തും. അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാത്ത ഒരു ആൻസേഴ്സും നിങ്ങൾ കുത്തരുത്. ആവശ്യമില്ലാതെ ഓപ്ഷൻസ് തെറ്റിക്കാനായിട്ട് ആരും നിൽക്കരുത്. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി സെക്ഷൻ വൈസ് മാത്തമാറ്റിക്സിന്റെ അപ്രോച്ച് ഞാൻ പറഞ്ഞു, റൗണ്ട് പറഞ്ഞു. പ്രത്യേകിച്ചും മാത്സിനും റീസണിംഗുമാണ് 3 റൗണ്ട് അപ്രോച്ച് മസ്റ്റ് ആയിട്ടും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനകത്തും സിംപ്ലിഫിക്കേഷൻ ആൻഡ് പെർസെന്റേജ്, റേഷ്യോ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഞാൻ ഈ ടോപ്പിക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ഓരോരുത്തർക്കും ചില ഏരിയാസ് ആയിരിക്കും അവർ സ്ട്രോങ് ആയിട്ടുള്ള. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങളുടെ സെക്ഷൻ വൈസ് ഓരോ ടോപ്പിക്കിന്റെ അപ്രോച്ച് നിങ്ങൾ നോക്കുക.
ഫാസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ടോപ്പിക്കുകളായിരിക്കും. സോ അതിൽ ഞാൻ അധികം പറയുന്നില്ല. ഇനി എന്താണ് പ്രശ്നം വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഡിഫിക്കൽട്ട് DI സെറ്റ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വലിയ ചോദ്യങ്ങൾ വരികയും അല്ലെങ്കിൽ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള വരികയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും. മാത്രമല്ല ചിലപ്പോൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു ചോദ്യമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്, സിംഗിൾ ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോദ്യമാണെങ്കിൽ ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ സെറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം 36x3 നിങ്ങൾക്ക് ഒരു 100 സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് മിനിമം സ്പെൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ അങ്ങനല്ല, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കണ്ടിട്ട് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ എത്ര ചോദ്യം ഉണ്ടെന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സമയം കൺസ്യൂം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വിട്ടു കളയുക. അതുപോലെ ലെങ്തി ജോമെട്രിയുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ സമയം കളയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുപോലെ ട്രിക്കി പസിൽ റിലേറ്റഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടോ റാങ്കിങ് ഓർഡറിംഗുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാത്ത പസിൽസുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ട്രിക്കി പസിൽസ് ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. അതും നിങ്ങളുടെ സമയം കളഞ്ഞേക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളത് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആദ്യം തന്നെ ചാടിക്കയറി ചെയ്യാതെ അടുത്ത റൗണ്ടുകളിലേക്ക് അതിനെ വെച്ചോളുക. അതുപോലെ കൺഫ്യൂസിംഗ് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ CGL എക്സാംസിലൊക്കെ പലപ്പോഴും വരാറുള്ള ചില കോംപ്രിഹെൻഷൻസ് നമുക്ക് സമയം എടുക്കുകയും ഒരുപാട് സമയം കളയാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കോംപ്രിഹെൻഷൻ പാസേജിന് വേണ്ടി നിങ്ങൾ സമയം പ്രോപ്പർലി കണ്ടെത്തണം. റീഡിംഗ് ഹാബിറ്റ് പ്രോപ്പർലി ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് സമയം പോകും. അപ്പൊ നല്ല കോംപ്രിഹെൻഷൻ പാസേജ് വന്നാൽ പോലും പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഇനി എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മോഡൽ, എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഇത്രയും നാൾ ചിലപ്പോൾ കുറെ ടോപ്പിക്ക് ബൾക്കായിട്ട് വായിച്ചു, എന്നിട്ട് സെക്ഷണൽ മോക്കുകൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് ജസ്റ്റ് പോയി. ഇനി ഇങ്ങനെയല്ല നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്രോച്ചിൽ തീർച്ചയായിട്ടും മാറ്റം വരുന്നത്. നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്, മാത്സ് പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കൺസെപ്റ്റ് പഠിക്കുക. നിങ്ങൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടൈമർ ബേസ് ചെയ്ത് ടെസ്റ്റ് തന്നെ നിങ്ങൾ വെച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ടോപ്പിക്ക് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ടൈമർ ബേസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. എന്നിട്ട് ടൈം നിങ്ങൾ മെഷർ ചെയ്ത് സമയം കൺസ്യൂം ചെയ്യുന്നതിനെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പെർസെന്റേജ് ചാപ്റ്ററിൽ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ആവറേജ് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ടൈം മനസ്സിലാക്കി ആ ടൈം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മുമ്പോട്ട് പോവുക. ഇങ്ങനെ മാത്രം പോവുക. അത് ഓരോ ചാപ്റ്ററും ചെയ്യുമ്പോൾ ഇത് പ്രോപ്പർലി നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് പ്രോപ്പർ ആയിട്ട് ചെയ്ത് തന്നെ പോകണം. പ്രോപ്പർലി നിങ്ങൾ അനലൈസ് ചെയ്ത് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് എടുക്കുന്ന സമയം മെഷർ ചെയ്യുന്നു. പ്രോപ്പർലി ഇങ്ങനെ മെഷർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചാപ്റ്ററാണ് നിങ്ങളുടെ കൂടുതൽ ടൈം കൺസ്യൂമിങ്, എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര ചോദ്യം ചെയ്താലും 10 ചോദ്യം അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പലരും പറയുന്നത് അങ്ങനെയാണ്, എനിക്ക് ഇത്ര ചോദ്യങ്ങളെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതിനപ്പുറം പറ്റുന്നില്ല. അത് ചെയ്യണമെങ്കിൽ പ്രോപ്പർലി അനലൈസ് ചെയ്ത് ടൈം മെഷർ ചെയ്ത് മാത്രം മുമ്പോട്ട് പോവുക. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന പുതിയ മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു ദിശ അക്കാഡമി നിങ്ങൾക്ക് ഈ 15 മിനിറ്റ്സിന്റെ സെക്ഷണൽ ടൈമർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നു. വരുന്ന ദിവസങ്ങളിൽ നാളെ മുതൽ 20 ജൂൺ മുതൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രീ സെക്ഷണൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. നിങ്ങൾക്ക് നാളെ മുതൽ ദിശ അക്കാഡമിയുടെ CGL-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നതാണ്. നിങ്ങൾ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ നാളെ മുതൽ ഓരോ ദിവസവും നിങ്ങൾക്ക് മാത്സിന്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ്, റീസണിങ്ങിന്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ്, ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ടെസ്റ്റ് തരും. ഒരു ടെസ്റ്റ് എഴുതാൻ അന്ന് രാവിലെ 1 മണി മുതൽ രാത്രി 12 മണി വരെ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഈ സമയം കഴിയുമ്പോൾ ആ ഡേ 1-ലെ ടെസ്റ്റ് എക്സ്പയർ ആവും. ആ ടെസ്റ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടി, ടോപ്പറുടെ സ്കോർ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു കമ്പാരിസണും തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് അത് ചെയ്യുന്നത്. സോ ഡേ 1 കഴിഞ്ഞ് ഡേ 2-ലും ഇതുപോലെ തന്നെ അടുത്ത മാത്സിന്റെ സെറ്റ് 2 വരും, റീസണിങ് സെറ്റ് വരും. അതും ആ ഒരു ഫുൾ ഡേ 24 hours നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും കിട്ടുന്നത്. ആ ഗ്രൂപ്പിൽ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ എഴുതിയിട്ട് ഓരോ ദിവസത്തെയും സ്കോർ, അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർക്ക്, സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, നിങ്ങൾ എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര കിട്ടുന്നു, ടോപ്പർക്ക് എത്ര കിട്ടുന്നു, ഈ കൂട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇത്തരത്തിൽ
ഇത്തരത്തില് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ദിശ അക്കാഡമിയുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ലിങ്കുകളൊക്കെ കിട്ടി എക്സാമിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസിനെ പറ്റിയും കൂടി കുറച്ച് കാര്യം പറഞ്ഞ് ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ ചെയ്യാം? ഇപ്പൊ ഇത്രയും നാൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർലി അനാലിസിസ് ചെയ്ത് മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡേ 1 ഒരു മോക്ക് ടെസ്റ്റ് എഴുതി, ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി, മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ആ സെക്ഷൻ വൈസ് QA നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എഴുതി. 15 മാർക്ക് ഔട്ട് ഓഫ് മാർക്ക് അല്ല ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 25 ചെയ്യാൻ പറ്റി. ആ റീസണിങ് വന്നപ്പോൾ 18 ചോദ്യം ഔട്ട് ഓഫ് 25 ചെയ്യാൻ പറ്റി. ആ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് 22 ചോദ്യം ചെയ്യാൻ പറ്റി ഔട്ട് ഓഫ് 25. അതുപോലെ GK സംബന്ധിച്ച് 15 ചോദ്യം ഔട്ട് ഓഫ് 25. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. പ്രോപ്പർലി ഒരു ബുക്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് QAയുടെ ബാക്കിയുള്ള സെക്ഷൻസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ 15 കഴിഞ്ഞ് ബാക്കി 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോപ്പർലി നോട്ട് ചെയ്ത് പോകണം. പ്രൊവൈഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ മാത്രമല്ല, ഈ 15 ചോദ്യത്തിൽ നിങ്ങളുടെ സമയം കളഞ്ഞ ചാപ്റ്റേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളെ സമയം കളഞ്ഞ ചാപ്റ്റർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതും വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് ഏത് ചാപ്റ്ററിലാണെന്നും കൂടി ഐഡന്റിഫൈ ചെയ്യുക. ഇത് മാത്സിൽ മാത്രമല്ല റീസണിങ്ങിലും ഇതേ തരത്തിൽ തന്നെ നിങ്ങൾ അനാലിസിസ് ചെയ്ത് മുമ്പോട്ട് പോവുക. പ്രോപ്പർലി എത്ര ചോദ്യങ്ങൾ എടുത്തു, ഈ 15 ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല, ഇതിൽ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് കണ്ടുപിടിക്കുക. സ്ഥിരമായിട്ട് ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ടൈം കൂടുതൽ പോകുന്നതെങ്കിൽ, സ്ഥിരമായിട്ട് ഒരേ ചാപ്റ്റർ നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് വീണ്ടും മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഈ ഒരു അപ്രോച്ച് നിങ്ങൾ മാത്സും റീസണിങ്ങും കൃത്യമായിട്ട് ഉപയോഗിക്കുക. GK ആസ് നേരത്തെ പറഞ്ഞിരുന്നത് സമയ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാനില്ല. GK ആയിട്ട് ബന്ധപ്പെട്ട് മാക്സിമം GKയിൽ സ്കോർ ചെയ്യാനുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെയുള്ള ടോപ്പിക്കുകൾക്ക് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ റീഡിങ്ങിന് ഉള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. അത് മാത്രമേ നിങ്ങളെ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിനാണെങ്കിലും ഏത് ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് മിസ്സാക്കുന്നത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്പീഡിന്റെ പ്രോബ്ലം ഇത്തരത്തിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ റൂട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് സ്പീഡ് പ്രോബ്ലം എന്താണ്, ആക്യുറസി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, കൺസെപ്റ്റ് റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് തന്നെ നിങ്ങൾ പ്രോപ്പർലി സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടാർഗറ്റ് ബെഞ്ച് മാർക്സ് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഈ SSC കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയണമെങ്കിൽ SSC പുതിയ പാറ്റേണിലേക്ക് വന്നിട്ട് ഇപ്പം സെലക്ഷൻ പോസ്റ്റിന്റെ പരീക്ഷ നടക്കും. ആ പരീക്ഷ കൂടി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇത്ര മാർക്ക് മേടിക്കാം എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ആസ് ഓഫ് നൗ നിങ്ങൾ എല്ലാവരും പറ്റുന്ന വളരെ സീരിയസ്ലി കാണുന്ന ഒരു 22+ എങ്കിലും ആ റീസണിങ്ങിൽ നിങ്ങൾ അറ്റംപ്റ്റ്സിന് ട്രൈ ചെയ്യുക വിത്ത് 90% ആക്യുറസി. അതുപോലെ ഇംഗ്ലീഷ് 90% എങ്കിലും 100% എങ്കിലും ആക്യുറസി വേണ്ടതാണ്. ആ 22+ അറ്റംപ്റ്റ്സ് ഇംഗ്ലീഷിലും കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയും നോക്കുക. മാത്സ് 18 to 22 റേഞ്ചിലേക്ക് നമുക്ക് സ്കോർ മിനിമം എത്തേണ്ട ആവശ്യമുണ്ട്. 18+ അറ്റംപ്റ്റ്സ് എങ്കിലും മാത്സിൽ ശ്രദ്ധിക്കുക. 85% എങ്കിലും ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ജനറൽ അവയർനെസ് 15+ അറ്റംപ്റ്റ്സിലേക്കെങ്കിലും എത്താൻ ശ്രമിക്കുക. ഇത് പറഞ്ഞത് എല്ലാവർക്കും എല്ലാ ഷിഫ്റ്റിലും ഇങ്ങനെ ആയിരിക്കുമെന്നല്ല. നിങ്ങൾക്ക് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ എത്ര ചെയ്യുന്നു, ഇത്രത്തോളം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. അപ്പം നിങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങളുടെ നമ്പേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി CGL ടോപ്പർ ആവാൻ ഏറ്റവും നല്ല സ്കോർ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട 5 ഹാബിറ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഡെയിലി ടൈമർ പ്രാക്ടീസ്. ഞാനിപ്പോ പറഞ്ഞു സെക്ഷണൽ ടൈമർ 15 മിനിറ്റിന്റെ സെക്ഷണൽ ടൈമർ ഡെയിലി പ്രാക്ടീസ് ചെയ്തുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ 2.5 മാസം നിങ്ങൾ സീരിയസ്ലി ഈ ശീലങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അവസാനം എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. 2, ഡെയിലി കാൽക്കുലേഷൻ ഡ്രിൽസ്. മാത്സിന് കാൽക്കുലേഷൻ വീണ്ടും ചെയ്താൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. കാൽക്കുലേഷൻ ഡ്രിൽസ് കണ്ടിന്യൂസ്ലി ചെയ്യാം. മാത്സിന് സ്പീഡ് നന്നായിട്ട് കിട്ടണമെങ്കിൽ എത്ര കൺസെപ്റ്റ് അറിയാമെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അത് റെപ്പറ്റീഷനിലൂടെ മാത്രമേ പറ്റൂ. തിയറി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഡെയിലി കാൽക്കുലേഷൻ ഡ്രിൽസ്, അതിന് പല ആപ്ലിക്കേഷൻസും പല വഴികളും ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനുള്ള. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംശയം എങ്ങനെയാണ് പെട്ടെന്ന് അതിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പലതും ആൻഡ്രോയിഡും ആപ്പിളിന്റെ സ്റ്റോറിലൊക്കെ ഫോണിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നിങ്ങളുടെ കാൽക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഡെയിലി കാൽക്കുലേഷൻ ഡ്രിൽസ് നോക്കുക. വീക്ക്ലി ഫുൾ മോക്കുകൾ എടുക്കുക. ഇനി മുതലെങ്കിലും ആ വീക്ക്ലി നിങ്ങൾ ഫുൾ
ഫുൾ മോക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. വീക്ക്ലി ഫുൾ മോക്ക് സെക്ഷണൽ ടൈമർ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വീക്ക്ലി സെക്ഷണൽ ടൈമർ ബേസ്ഡ് ഫുൾ മോക്ക് എടുക്കാൻ ആഴ്ചയിൽ ഒരിക്കലും ഇപ്പൊ ഈ സമയമുണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂട്ടാം. ഇപ്പൊ നിങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡെയിലി ടൈമർ പ്രാക്ടീസ് ആണ്. ഡെയിലി ഓരോ സെക്ഷനും 15 മിനിറ്റിന്റെ വെച്ചിട്ട് ഫുൾ മോക്ക് എടുത്തില്ലെങ്കിലും നിങ്ങൾ പ്രോപ്പർലി ചെയ്യുക. എവറി വീക്ക് ഫുൾ മോക്ക് എടുക്കുക. കംപ്ലീറ്റ് എക്സാമിന്റെ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ നിങ്ങൾ ഫുൾ മോക്ക് എടുക്കുക. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് മോക്ക് അനാലിസിസ് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ മോക്ക് അനാലിസിസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പ്രോപ്പർലി അതേ രീതിയിൽ തന്നെ മോക്ക് അനാലിസിസ് ചെയ്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇന്റൻസിറ്റി. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തോളുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാംസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങളോട് സ്റ്റുഡൻസ് ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? നിങ്ങൾ ആ ടൈമർ ഇല്ലാതെ സോൾവ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി നിർത്തിവെക്കുക. ബുക്ക് എടുത്ത് ബൾക്ക് ക്വസ്റ്റ്യൻസ് വെറുതെ ചെയ്യാൻ നിൽക്കണ്ട. യാതൊരു കാരണവശാലും നിൽക്കണ്ട. ടൈമർ വെച്ച് മാത്രം ബുക്ക് എടുത്ത് ചെയ്തോളൂ. പക്ഷെ 25 ചോദ്യങ്ങൾ എടുത്ത് 15 മിനിറ്റ് എത്ര ചെയ്യുന്നതെന്ന് മെഷർ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ചേസിങ് ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസിനും കണ്ടുപിടിച്ച് പോകണം എന്ന ആറ്റിറ്റ്യൂഡിൽ പ്രിപ്പയർ ചെയ്താൽ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കോളുക. ഇത്രയും കണ്ടുപിടിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതല്ല നമുക്കിവിടെ ആവശ്യം. ഈ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സെക്ഷണൽ ടൈമിന്റെ പ്രാക്ടീസ് പറഞ്ഞു കഴിഞ്ഞു. സ്പീഡ് ട്രാക്കിംഗ് പെർ സെക്ഷൻ, ഞാൻ എങ്ങനെയാണ് സ്പീഡ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന്, ഏത് സെക്ഷനാണ് നിങ്ങൾ വീക്ക് എന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആക്യുറസി ട്രാക്കിംഗ് പെർ മോക്ക്, സ്പീഡ് ട്രാക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങൾ, മിസ്റ്റേക്ക് ആയ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതും നിങ്ങൾ ട്രാക്ക് ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നത്. SSCയുടെ CGL എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടൈമിംഗ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന സ്റ്റുഡന്റ് അല്ല എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്നത്. 15 മിനിറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളായിരിക്കും വിന്നർ. സോ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രമിക്കുക. ടൈം ആ കിട്ടുന്ന 15 മിനിറ്റ് ഏറ്റവും വൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കായിരിക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് പോകട്ടെ. അതുപോലെ തന്നെ SSC CGL എക്സാം വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ദിശ അക്കാഡമി നമ്മൾ ഫ്രീ ആയിട്ട് സെക്ഷണൽ മോക്ക് എഴുതാനുള്ള അവസരം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുവേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ നാളെ മുതൽ ജൂൺ 20 മുതൽ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് ഓരോ ദിവസമായിട്ട് ആ 2 സെക്ഷണൽ മോക്കുകൾ വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. സോ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അതിൽ പ്രിപ്പയർ ചെയ്യാം. ഇനി ദിശ അക്കാഡമിയോടൊപ്പം SSC എക്സാംസിനോ അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിനോ ബാങ്കിങ് പരീക്ഷകൾക്കോ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കോഴിക്കോട്, അതുപോലെ തൃശ്ശൂർ, ഇത്രയും ബ്രാഞ്ചസിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ ദിശ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ SSC CGL എക്സാമിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.